ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിൽ 2 തിരുവനന്തപുരം സ്വദേശികൾ ചേർന്ന് കണ്ണൂർ സ്വദേശിയെ ഗുരുതരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. പ്രതികൾ പോലീസ് പിടിയിലായിട്ടുണ്ട്. ശരീരത്തിൽ നിരവധി വെട്ടേറ്റ ആൾ ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ഷാജഹാൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. ഷാജഹാൻ, ഈ സംഭവം എപ്പോഴായിരുന്നു? പോലീസ് എന്താണ് ഇതേക്കുറിച്ച് പറയുന്നത്? ശരത്ത്, അല്പസമയം മുൻപാണ് ആലപ്പുഴ KSRTCയിൽ ഈ ഒരു സംഭവം നടന്നത്. യാത്രക്കാരും മറ്റും നോക്കി നിൽക്കെയാണ് 2 പേർ ചേർന്ന് ഒരു യുവാവിനെ ക്രൂരമായി വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത് കണ്ടത്. പെട്ടെന്ന് തന്നെ നാട്ടുകാരും ചേർന്ന് പോലീസിനെ വിവരം അറിയിക്കായിരുന്നു. നാട്ടുകാർക്കൊക്കെ തന്നെ അങ്ങോട്ട് അടുത്തു ചെല്ലാൻ ഒരു ഭയമായിരുന്നു. ഇവരൊക്കെ തന്നെ മയക്കുമരുന്നിന്റെ ഒരു പിടിയിലായിരുന്നു എന്നാണ് സംശയം. കാര്യം അത്രത്തോളം ഒരു ബോധമില്ലാത്ത രീതിയിലാണ് ഈ ക്രൂരമായിട്ട് പരസ്യമായിട്ട് ഒരാളെ ജനങ്ങളുടെ മുമ്പിലിട്ട് വെട്ടുന്ന ദൃശ്യങ്ങൾ. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. അത് ശരിക്കും ജനങ്ങളൊക്കെ തന്നെ പേടിച്ച് പലരും പല വഴിക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതിനിടയിൽ പെട്ടെന്ന് പോലീസിനെ വിളിക്കുകയും പോലീസ് വന്നതുകൊണ്ട് മാത്രം ആ ചെറുപ്പക്കാരനെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചു. ചെറുപ്പക്കാരനെ പെട്ടെന്ന് തന്നെ ജനറൽ ആശുപത്രിയിലോട്ട് മാറ്റിയിരിക്കുകയാണ്. ശരീരത്തിൽ ഗുരുതരമായിട്ടുള്ള മുറിവുകളുണ്ട്. സ്ത്രീ വിഷയമാണ്, സ്ത്രീയുമായി ബന്ധപ്പെട്ട എന്തോ വിഷയമാണ് ഇതിന് കാരണം എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പോലീസ് ഇപ്പോൾ ഈ പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ്. പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആലപ്പുഴ സൗത്ത് പോലീസാണ് കസ്റ്റഡി എടുത്തിരിക്കുന്നത്. അല്പസമയം മുൻപാണ് KSRTC ബസ് സ്റ്റാൻഡിൽ പരസ്യമായ രീതിയിൽ ഇത്തരത്തിലൊരു ആക്രമണം നടന്നത്. ഇന്ന് ഉച്ചയ്ക്കാണ് ഈ സംഭവം ആലപ്പുഴ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നത്. നാട്ടുകാർ അറിയിച്ചു. വളരെ വേഗം പോലീസ് എത്തി പ്രതികളെ പിടികൂടി. ഗുരുതരമായി പരിക്കേറ്റ ആൾ ഇപ്പോൾ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്.